إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ഓരോരോ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രകാരം ജീവിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. സാധ്യമാകുന്ന ആളുകളൊക്കെ ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഹജ്ജ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹജ്ജ് മബ്റൂർ എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. കഅബാലയം പണിതുയർത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചരിത്രങ്ങളെക്കുറിച്ചും നമ്മൾ പരാമർശിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ, ഖുർആൻ പരാമർശിച്ച പ്രാർത്ഥനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം കഅബാലയത്തിൻ്റെ അടുക്കലും കഅബയിലും വന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതും മക്കളെയൊക്കെ നമസ്കരിക്കുന്നവരാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ജീവിതത്തിൽ നിരന്തരമായി സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ ഇതൊക്കെ അള്ളാഹിൻ്റെ നിഅമത്താണ് എന്നത് ജീവിതശീലങ്ങളുടെ ഭാഗമായി നമ്മൾ മറന്നുപോകും. അതില്ലാതിരിക്കണം എന്നതാണ് ഓർമ്മിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയും നമ്മൾ ഓർമ്മപ്പെടുത്തി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സിവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക. പടച്ചോനെ, ഞങ്ങൾക്ക് ലഭിച്ച നിഅമത്തുകളെ നീ നീക്കിക്കളയില്ലേ എന്ന് ആശയം വരുന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം പണിതുയർത്തി എന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും
ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കഅബ പണിതുയർത്തി. ജോലി കഴിഞ്ഞു, അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയവർ. എന്നിട്ട് ആത്മാർത്ഥമായ പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, ഞങ്ങളുടെ അടുക്കൽ നിന്ന് ഇത് നീ സ്വീകരിക്കണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് ചെയ്യുന്നത്. സ്വീകരിക്കുമെന്നതിൽ തർക്കമില്ലാത്ത രൂപത്തിലാണ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഏതൊരു ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളാവട്ടെ, അള്ളാഹുവിന്റെ പ്രീതി അനുസരിച്ച് ചെയ്യുകയും അതിനുശേഷം പടച്ച തമ്പുരാനെ ഇത് സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുകയും വേണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. പടച്ചോനെ, ഞങ്ങളെ നീ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ, ഞങ്ങളെ ഒരു മുസ്ലിം ഉമ്മത്തായി നീ ഉൾപ്പെടുത്തണേ, അങ്ങനെ ഞങ്ങളുടെ മക്കളെ അങ്ങനെ ഒരു ഉമ്മത്താക്കി വളർത്തി പരിവർത്തിപ്പിച്ചെടുക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. വഅരിനാ മനാസിക്കന, എന്തൊക്കെയാണ് ഇവിടെ ഇബാദത്തുകൾ ചെയ്യേണ്ടത്, ആരാധനാ കർമ്മങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, റബ്ബേ അത് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ. വതുബ് അലൈനാ, പടച്ചോനെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ റഹ്മാനും പാപങ്ങൾ പൊറുക്കുന്നവനും റഹീമുമാണ്, കരുണാവാരിധിയാണ്. അതുകൊണ്ട് പടച്ചോനെ ഞങ്ങളുടെ പ്രയാസങ്ങൾ പോരായ്മകൾ നീ പുറത്തു തരണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓരോ ഹജ്ജിന്റെ സീസണിലും നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കാൻ വേണ്ടി തന്നെയാണ്. ഇതൊക്കെ ഓർമ്മിക്കാനും ഇതിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തന്നെയാണ് ഖുർആൻ ഇതൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നതും. കഅബാലയം കെട്ടിയുയർത്തിയ ശേഷം ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ആളുകൾ വന്നുകൊള്ളുവാൻ, വിളിച്ചുകൊള്ളുവാൻ, വിളംബരം നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട്, റബ്ബേ എന്റെ ശബ്ദം എവിടെ എത്താനാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഞാനിപ്പോ വിളിച്ചു പറഞ്ഞാൽ എത്ര ദൂരാണ് അതിന്റെ ശബ്ദം എത്തുക? ഈ മക്ക മണലാരണ്യത്തിൽ ആരാണുള്ളത് അത് കേൾക്കാൻ? അള്ളാഹു പറയുന്നു, നീ വിളിച്ചു പ്രഖ്യാപിച്ചു കൊള്ളുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, പ്രഖ്യാപിച്ചാൽ മതി. അവിടെ വിളി ആളുകളുടെ ചെവിയിൽ എത്തിക്കേണ്ടതും അവിടെ ആളുകൾ എത്തിക്കേണ്ടതും അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് മറുപടി ലഭിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പക്കൽ നിന്ന്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ച കെട്ടിടമല്ല ഇന്ന് കഅബ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള രൂപമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് പണിതുയർത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതിന് ഒരു മലവെള്ളം വന്ന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ ഖിലാഫത്തുകളുടെ ഓരോ ഘട്ടത്തിലും പലവിധ യുദ്ധത്തിന്റെ കെടുതികളിലും അതുപോലെ പല പ്രയാസങ്ങളിലും അതൊക്കെ പല ഭാഗങ്ങളായി കേടുപാടുകൾ വന്നിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 35-ാമത്തെ വയസ്സിൽ അത് കൂടുതൽ കേടുപാടുകളൊക്കെ പരിഹരിച്ച് ഒന്നുകൂടി നന്നാക്കി അതിന്റെ രൂപം മാറ്റി, കെട്ടും മട്ടും വീതിയും അളവൊക്കെ അങ്ങനെയാണെങ്കിലും അതിലെ ചില ഭാഗം കുറച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കഅബ എന്ന് കാണുന്നത്. ഹിജ്ർ ഇസ്മായിലും യഥാർത്ഥത്തിൽ പണ്ടത്തെ കഅബാലയത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്ന ഭാഗമാണ്. പക്ഷേ ഹറാമില്ലാത്ത പണം സ്വരൂപിച്ച്, അന്നത്തെ മക്കയിലെ സാഹചര്യം നമുക്കറിയാം, എന്തൊക്കെയോ വൃത്തികേടുകളാണ് അവിടെ നടന്നിരുന്നത്. പക്ഷേ ഹറാമൊന്നുമില്ലാത്ത പണം അവർ സ്വരൂപിക്കുകയും അവിടെ ഒരു എത്തിക്സ് അവർ കീപ്പ് ചെയ്തിരുന്നു. സ്വരൂപിച്ചിട്ടാണ് കഅബയുടെ ആ ഇപ്പോൾ കാണുന്ന അളവിലും ഒക്കെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഹിജ്ർ ഇസ്മായിൽ അടക്കമുള്ള ഭാഗത്തേക്ക് നീട്ടി നിർമ്മിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് കഅബാലയം പൊളിച്ച് വീണ്ടും പണിയുമ്പോൾ നാട്ടിൽ അത് വലിയൊരു പ്രയാസം ഉണ്ടാക്കും. അല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയും പൊളിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ഒരു വിവാദം ഉണ്ടാകും എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അവിടെ തന്നെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണോ അതിന് അസ്ഥിവാരം പണിതത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് പണിതുയർത്തി എന്നതാണ് ഖുർആൻ പരാമർശിക്കവേ നമുക്ക് മനസ്സിലാവുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണോ അതിന്റെ തറക്കല്ലിട്ട് പണി തുടങ്ങിയത് എന്നതിൽ ഒരുപാട് റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ തറക്കല്ലിട്ടിരുന്നു, അല്ലെങ്കിൽ മലക്കുകൾ അത് അവിടെ സ്ഥാപിച്ചിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതൊരു കഅബയുടെ രൂപത്തിലാക്കി പണിതുയർത്തി എന്ന രൂപത്തിലൊക്കെ റിവായത്തുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു അഅലം, കൃത്യമായ വിവരങ്ങൾ നമുക്കില്ല. ഖുർആൻ പരിചയപ്പെടുത്തി തന്ന ആദ്യത്തെ ഭവനം ആരാധിക്കാൻ മനുഷ്യർക്ക് ഹുദയായി
അത് നിശ്ചയിച്ചു തന്നത് കഅബയാണ് എന്നത് ഖുർആൻ സംശയമില്ലാത്ത രൂപത്തിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, ഹജ്ജിന് വരാൻ വേണ്ടി നീ ആളുകൾക്ക് അറിയിപ്പ് കൊടുക്കുക. യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. എല്ലാ മലമ്പാതകളും താണ്ടി വിദൂരമായ സകല മലമ്പാതകളെയും മറികടന്ന് മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും ഒക്കെ ആളുകൾ അവർ നിന്റെ അടുത്തേക്ക് വന്നുകൊള്ളും എന്ന് ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഹജ്ജിന് വേണ്ടിയിട്ടുള്ള വിളംബരം നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ദുൽഹിജ്ജ മാസം, അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ മാസം എന്ന് പറയുന്നത് വളരെ പവിത്രമായ മാസമാണ്. 4 പ്രധാനപ്പെട്ട പുണ്യമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട പ്രധാനപ്പെട്ട മാസമായി ഖുർആൻ പരിചയപ്പെടുത്തിയത്, നമുക്ക് പഠിപ്പിച്ചു തന്നതിൽ പെട്ട ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം എന്നത്. അത് പവിത്രമാണ്. അതിൽ ആദ്യത്തെ 10 ദിവസങ്ങളെ പറ്റി ഒരുപാട് ഫളായിലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നമ്മൾ നന്മകളിൽ മത്സരിക്കാൻ തയ്യാറാവുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, പറ്റിപ്പോയ തിന്മകളിൽ തൗബ ചോദിച്ച് അള്ളാഹുവിനോട് മടങ്ങുക എന്നതാണ്. നാം ധാരാളം നന്മകൾ ചെയ്യുക. ഹജ്ജിനോടനുബന്ധിച്ച് ഹാജിമാരും അതുപോലെ നമ്മളും ചെയ്യുന്ന ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ ബലികർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ബലികർമ്മത്തിലൊക്കെ ഒരുങ്ങാനുള്ള സമയമായി. യഥാർത്ഥത്തിൽ ഈ ഹാജിമാരും അതുപോലെ നമ്മൾക്കും ചെയ്യാനുള്ള കർമ്മമാണ് ബലികർമ്മം എന്ന് പറയുന്നത്. അവർ അറഫയിൽ നിൽക്കുമ്പോൾ നമ്മളിവിടെ അറഫയുടെ നോമ്പ് നോൽക്കുന്നു എന്നതാണ്. ഇതാണ് നമുക്കതിൽ ചെയ്യാനുള്ളത്. ഖുർആൻ തന്നെ പറഞ്ഞു, ബലികർമ്മത്തെ ഓർമ്മിപ്പിച്ചു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച നന്മകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി ഖുർആൻ പറഞ്ഞല്ലോ. ചെറിയൊരു സൂറത്ത്, ഇന്നാ അഅതൈനാകൽ കൗസർ, റസൂലേ താങ്കൾക്ക് നാം ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു, ഒരുപാട് നിഅമത്തുകൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഫസല്ലി, അതുകൊണ്ട് നമസ്കരിക്കുക. ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക. വൻഹർ, നീ ബലിയർപ്പിക്കുകയും ചെയ്യുക. താങ്കൾ ബലിയർപ്പിക്കുകയും നമസ്കരിക്കുകയും ചെയ്യണം. എന്തിനാണ്? ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട്. ധാരാളം നന്മകൾ അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയിട്ടുണ്ട്. പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം പ്രവാചകൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കാവൽ, അള്ളാഹുവിന്റെ ബർക്കത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണല്ലോ. ഇഹലോകത്തും പരലോകത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കാനുള്ള ഖൈറുകൾ ഒരുപാടാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഈ കൗസർ എന്ന് പറഞ്ഞാൽ ഹൗദുൽ കൗസർ ആണ് എന്ന നിലക്കും റിവായത്തുകൾ കാണാൻ പറ്റും. ഈ കൗസർ എന്ന് സൂചിപ്പിച്ചത് നാളെ പരലോകത്ത് റസൂലുള്ളാഹ് നമുക്ക് പാനീയം മുക്കിക്കൊടുക്കുന്ന ഹൗദുൽ കൗസറിനെ കുറിച്ചാണ് എന്നതും പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിലൊക്കെ ഒരുപാട് പ്രമുഖമായ തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. സൂചിപ്പിച്ചത് നമ്മളോടുമുള്ള കൽപ്പന കൂടിയാണിത്. ഫസല്ലി റബ്ബിക വൻഹർ, നമസ്കാരം അതുപോലെ ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്ന ശാനിയക ഹുവൽ അബ്തർ, അവിടുത്തെ മക്കയിലെ ഖുറൈശികൾ പ്രവാചകരെ താങ്കളെ ഒരുപാട് മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നുണ്ട്. അത്രയല്ല, ആൺമക്കളില്ലാത്തത് കൊണ്ട് ഇതിപ്പോ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിയുടെ വഫാത്തോടുകൂടി ഈ ആശയാദർശ പ്രസ്ഥാനങ്ങളൊക്കെ തകർന്നു പോകും, ഇത് നിലനിൽപ്പുണ്ടാവില്ല, അതുകൊണ്ട് വാലറ്റു പോയവൻ എന്ന് കളിയാക്കി. അള്ളാഹ് പറഞ്ഞു, ആരാണോ നിനക്കുമേൽ വിദ്വേഷം ചെരിയുന്നത്, ആരാണോ നിനക്കുമേൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്, നിന്നെ കളിയാക്കുന്നത്, അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വാലറ്റു പോകുക. പ്രവാചകനും ഇസ്ലാമും ദീനും ഒക്കെ അതിന്റെ പ്രശസ്തിയൊക്കെ വളർന്നുകൊണ്ടിരിക്കും. അവർ ഉയർത്തിപ്പിടിക്കുന്ന ആദർശവും മറ്റൊക്കെ അവിടെ തകർന്നടിയും എന്ന നിലക്ക് ഖുർആൻ സന്തോഷത്തിന്റെ സൂചനകൾ പ്രവാചകന് നൽകുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചത് വൻഹർ എന്നതാണ്. വലിയ കർമ്മത്തെ കുറിച്ച് പ്രവാചകനോട് കൽപ്പന. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും അത് നിർവഹിക്കേണ്ട ബാധ്യതയുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. മുൻ സമൂഹങ്ങൾക്കൊക്കെ ബലി ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയസ്കുറു ഇസ്മല്ലാഹ് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുകും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. ഖുർആൻ പറയുന്നു, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, ഓരോ ഉമ്മത്തിനും ഓരോ സമുദായത്തിനും ഓരോ ആരാധനാ കർമ്മങ്ങള് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. മൻസക്കൻ, ആരാധന ബലികർമ്മങ്ങൾ അള്ളാഹു താല നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ? ലിയദ്കുറുസ്മല്ലാഹ്, അള്ളാഹുവിനെ അവർക്ക് ഉപജീവനത്തിനായി അള്ളാഹു നൽകിയ കന്നുകാലികളെ, മൃഗങ്ങളെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് എന്ത് ചെയ്യണം? ബലിയെടുക്കാൻ വേണ്ടിയിട്ടാണത്. ലിയദ്കുറുസ്മല്ലാഹ് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അള്ളാഹു നമുക്ക് അന്നമായി ഭക്ഷണമായി നൽകിയ മൃഗങ്ങളിൽ നിന്ന് കന്നുകാലികളെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചിട്ട് അറുക്കാൻ വേണ്ടി തന്നെയാണത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, എന്താണ്? ഫൈലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ പടച്ചോൻ ആരാണ്? അത് ഏകനായ പടച്ചോനാണ്. ഫലഹു അസ്ലിമു,
നിങ്ങൾ അവന് കീഴൊതുങ്ങണം, നിങ്ങൾ മുസ്ലിങ്ങളാവണം. മുബശ്ശിരിൽ മുഹ്ബിത്തീൻ, അങ്ങനെ ആരാണോ വിനീതരായി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിലേക്ക് അടുക്കുന്നത് അവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ് ബശീരിസ് മുഹ്ബിത്തീൻ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, കാരണം അവർക്ക് സ്വർഗമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ബലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടുപേരും ബലികർമ്മം നിർവഹിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിൽ ഒരാളുടെ ബലി സ്വീകരിക്കപ്പെട്ടു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ബലിയെടുക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ആദ്യം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബലി കൊടുക്കാനും അതൊരു പരീക്ഷണമായിരുന്നു എന്നും അതിനുശേഷം ഒരു മൃഗത്തെ ബലിയെടുക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് പറയുന്നുണ്ട്, ലഖാലയ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, മകനെ ഞാൻ ഉറക്കത്ത് കണ്ട് സ്വപ്നം കണ്ടിരിക്കുന്നു, വഹി ലഭിച്ചിരിക്കുന്നു, നിന്നെ ബലി അറക്കണമെന്ന്. നോക്കൂ, നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവന് തുല്യമായി നമ്മൾ സ്നേഹിക്കണം. ചിലപ്പോൾ ജീവനേക്കാളേറെ നമ്മൾ മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തും. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന വേദന നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങളിലാണ് ഇസ്മായിലിനെ പ്രാർത്ഥിച്ചു വാങ്ങുന്നത്, അള്ളാഹു അനുഗ്രഹിക്കുന്നത്. ആ മകൻ ഏകദേശം പാകമായി ഒരു തുണയായി കൂടെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മകനെ ബലിയെടുക്കാൻ കൽപ്പിക്കുന്നത്. അല്ലെ, അള്ളാന്റെ കൽപ്പന അതുപോലെ അനുസരിക്കാൻ വേണ്ടി മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ്. മകന് ഒരാശങ്കയുണ്ടായിരുന്നില്ല. അള്ളാഹു പറഞ്ഞ കാര്യമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അത് യഥാവിധി അനുസരിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മളെ ലോജിക്ക് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അള്ളാന്റെ കൽപ്പനയാണോ അതനുസരിക്കുക എന്നുള്ളതാണ്. അല്ലെ, അപ്പോഴാണ് അവിടെ എന്തുണ്ടായത്? ജീവിതത്തിലേക്ക് വലിയ വഴി അള്ളാഹു തുറന്നു കൊടുത്തത്. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, നിങ്ങൾ അതിന് പകരം ഒരു മൃഗത്തെ ബലിയെറുക്കുക എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ആ ഒരു മൃഗബലി, മക്കളെ ബലി കൊടുക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മളോട് ഒരു ഉരുവിനെ ബലിയെടുക്കാൻ പറയുന്നത്. അതും ഷെയർ കൂടി ചെയ്യാൻ പറ്റണേ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ടും നമ്മൾ അതിൽ നിന്ന് വിമുഖത കാണിക്കണം. നമ്മുടെ മക്കളെ, കരളിന്റെ കഷ്ണമായ നമ്മുടെ മക്കളെ ബലി കൊടുക്കേണ്ട സന്ദർഭത്തെ പരിശുദ്ധ ഖുർആൻ നമുക്ക് ഒരു ആനുകൂല്യമായി തന്നത് ഒരു മൃഗത്തെ ബലിയെടുക്കാനാണ്, അതിനൊരു ഷെയർ കൂടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടോ നമ്മള് അതിനു പോലും പല ന്യായങ്ങൾ പറഞ്ഞ് കഴിവുള്ളവർ പോലും പിന്മാറാണ്. അവിടെ മര്യാദക്കല്ല കമ്മിറ്റി കൂടുന്നത്, അത് ബലിയെടുക്കേണ്ട ആവശ്യമൊന്നും സാഹചര്യം ഇപ്പൊ കേരളത്തിലില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ വേറെ സ്ഥലത്താണ് എത്തിക്കേണ്ടത്. അവിടെ എത്തിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ ന്യായങ്ങൾ പറഞ്ഞ് നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് പുറകോട്ട് പോകുന്നുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടത് ഉണ്ട് എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. ബലി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ബലി ഇറക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് ബലി ഇറക്കാൻ പാടില്ല. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? ബലി അർപ്പിക്കാനേ പാടില്ല. ബലി ഇറക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ ഇറക്കുക, അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിക്കാൻ വേണ്ടി, അത് പുണ്യം കിട്ടാൻ വേണ്ടി, പ്രതിഫലം കിട്ടാൻ വേണ്ടി ഇറക്കുക എന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലി ഇറക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുഫസ്സിറുകളെ, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമു വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹുവിന്റെ അടുക്കൽ ഹറാമാക്കിയിരിക്കുന്ന ഏതാണ്? അല്ലാത്തവർക്ക് ബലിയെടുക്കുക എന്നുള്ളത്. അതിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, ലൗ അന്ന മുസ്ലിമൻ ദബഹ ദബീഹതൻ, മുസ്ലിമായ ഒരു മനുഷ്യൻ ഒരു ബലിയർത്തു, വഖസദ ബിദബഹിഹാ അത്തഖറബു ഇലാ ഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവരുടെ അടുക്കലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാത്ത ആൾക്കാരുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ ഹൈറും ബർക്കത്തും കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ ഹക്ക് ജാഹ് ബർക്കത്തൊക്കെ കിട്ടാൻ വേണ്ടി അള്ളാഹു അല്ലാത്തവരോട് ആരെങ്കിലും ബലിയർപ്പിച്ചാൽ സാറ മുർത്തദ്ദൻ, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യണം, സാറ മുർത്തദ്ദൻ, അവൻ ദീനിൽ നിന്ന് പുറത്തായി, വലിയ ഹറാമാണ് അവൻ ചെയ്തത്. വദബീഹതുഹു ദബീഹതു മുർത്തദ്ദീൻ, അവൻ ചെയ്ത ബലി അത് മുർത്തദ്ദുകളുടെ ബലിയാണ്. മതത്തില് അള്ളാഹുവിന്റെ കൂലി എനിക്ക് കിട്ടൂല എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനാണ് ബലിയെടുക്കേണ്ടത്. ബലി സമർപ്പിക്കുക അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്ന് പ്രത്യേകം ഓർക്കാം. അതാണല്ലോ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. നമസ്കാരത്തിൽ കൃത്യമായി ഒരു കാര്യം പറയാ, എന്നിട്ട് അതിന് വിരുദ്ധമായി ചെയ്യുക മുഅ്മിനുകൾക്ക് ചേർന്ന പണിയല്ലല്ലോ. ഖുർആൻ പറഞ്ഞു, ഖുൽ നബിയെ പറയുക, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുക്കി, എന്റെ ബലികർമ്മങ്ങളൊക്കെ, വമഹിയായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് സർവ്വലോകങ്ങളുടെയും പടച്ചോന് മാത്രമാണ്. പടച്ചോന് മാത്രം. ഇത് പ്രഖ്യാപിക്കുക. എന്നിട്ട് പുറത്തുപോയി നമ്മൾ ബദരീങ്ങൾക്ക് വേണ്ടിയിട്ട് ബലിയെടുത്താലോ, ഉഹദീങ്ങൾക്ക് വേണ്ടി ബലിയെടുത്താലോ, നീ ഇതല്ലാത്ത പലർക്കും വേണ്ടി, പലതിനും വേണ്ടി ബലിയെടുത്താലോ, അത് ചെയ്യാൻ പാടില്ല എന്ന്
അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർക്കാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കാണ്. ലാ ശരീക ലഹു, അവനിൽ ആരെയും നീ പങ്കുചേർക്കരുത്. വബിദാലിക ഉമിർതു, അതാണ് അള്ളാഹ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്, അള്ളാന്റെ കൽപ്പനയാണത്. അതിൽ ശിർക്ക് വന്നു പോകുമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കാൻ. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി നിൽക്കേണ്ട ആളാണ്. അങ്ങനെ തന്നെയാണ് എന്ന് പ്രതിജ്ഞ ചെയ്യാണ് ഓരോ നമസ്കാരത്തിലും. എത്ര നേരമാണ് നമ്മൾ ഒരു ദിവസത്തെ പ്രതിജ്ഞ പുതുക്കുന്നത്? എന്നിട്ട് വീണ്ടും ഇതിന് വിരുദ്ധമായി നമ്മൾ ചെയ്യരുത് എന്ന് ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന് ബലിയിലൂടെ എന്താണ് വേണ്ടത്? ബലി നമ്മൾ സമർപ്പിക്കും, എന്താ കിട്ടേണ്ടത്? നമുക്ക് എന്താണ് ഉണ്ടാകേണ്ടത്? ബലി അറക്കുമ്പോ എന്താ ഉണ്ടാകേണ്ടത്? എന്താണ് അള്ളാഹ് നോക്കുന്നത്? ഖുർആൻ പറഞ്ഞു, ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അള്ളാഹുവിന് ബലിയെടുക്കണ ആ മൃഗത്തിന്റെ രക്തം ആവശ്യമില്ല, മാംസം ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അള്ളാഹ് നോക്കെന്താണ്? നമുക്ക് തറക്കുമ്പോ നമ്മുടെ മനസ്സെന്താണ്? എന്തിനാ നമ്മൾ തറുത്തത്? അള്ളാന്റെ കൂലി കിട്ടാനാണോ? ഞാനൊരു 5-6 ഷെയർ കൂടിയും ഞാൻ വലിയൊരു ഉരുവിനർത്ഥം നാട്ടുകാർ പറയാനാണോ? ആളുകൾക്കിടയിൽ വലിയ പ്രശസ്തി ഉണ്ടാകാനാണോ? മാനക്കേടിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ? ഇതൊന്നുമല്ല. അള്ളാഹ് നമ്മുടെ മനസ്സിലേക്ക് നോക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി വളരെ ഇഖ്ലാസോട് കൂടി ചെയ്യേണ്ട ഒരു അമലാണ്. ആ രൂപത്തിലാണോ നമ്മൾ ചെയ്തത്? അത് ഫലിച്ചു, അതിന് പുണ്യം കിട്ടും. തഖ്വാ മിൻകും, അത് അള്ളാഹ് പരിശോധിക്കും. എല്ലാ ഇബാദത്തിന്റെയും മർമ്മ അതാണ് പ്രിയപ്പെട്ടവരെ. അതില്ലാതെ ഇതൊക്കെ ചെയ്താലൊക്കെ വേസ്റ്റാണ്. അത് ഉണ്ടാക്കിയെടുക്കുക, അതിനാവശ്യമായ സൂക്ഷ്മതയും ഭക്തിയും ഒക്കെ നമ്മൾ സ്വരൂപിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിന് ബലിയിലൂടെ കിട്ടേണ്ടത് നമ്മുടെ തഖ്വയാണ്. നമുക്ക് ആർജിച്ചെടുക്കേണ്ടതും തഖ്വയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളൊക്കെ സൂക്ഷിച്ച് ജീവിതം തഖ്വ കൊണ്ട് സമ്പന്നമാക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജാജിമാരും നമ്മളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മം, ഇബാദത്തിനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. ബലിയർക്കുമ്പോൾ അള്ളാഹു നമ്മുടെ തഖ്വയാണ് പരിശോധിക്കുന്നത്. ആ നിലക്ക് ബലികർമ്മത്തിൽ പങ്കാളികളാവുന്നവരൊക്കെ ആ നിയ്യത്ത് വളരെ പ്രധാനമാണ്. അതിനനുസരിച്ചുള്ള മനസ്സ് വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കുക. ഉളിഹത്ത് നമുക്ക് എങ്ങനെയാണ് നിർവഹിക്കാൻ കഴിയുക? നമുക്ക് ഷെയർ ആയിട്ട് ചെയ്യാൻ പറ്റും. 2 വയസ്സുള്ള ഒരു മാട്, നമ്മളിവിടെ സാധാരണ പോത്ത്, എരുമ ഇതൊക്കെ ചെയ്യാറുണ്ട്. മാടാണെങ്കിൽ 7 പേർക്ക് വരെ അതിൽ ഷെയർ കൂടാ. 7 പേര് ഷെയർ എടുത്തിട്ടാണ് ഒരു മാടിനെ വാങ്ങി അതിനറുക്കേണ്ടത്. ആടാണെങ്കിൽ ഒരു വയസ്സായ ആട്, ചെമ്മരിയാടാണെങ്കിൽ 6 മാസം പ്രായമായത് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹലാലായ പൈസയാണ് ഇതിന് ഉപയോഗിക്കേണ്ടതെന്ന്. ഇതിന് എന്നല്ല, ഏതിനും നമ്മൾ ഹലാലായ പൈസയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനേതായാലും അതിൽ വേറെ വിട്ടുവീഴ്ചയില്ല എന്നർത്ഥം. ഹലാലായ സമ്പാദ്യം, എന്നാൽ ഹലാലല്ലാത്തൊന്നും അള്ളാഹ്ക്ക് വേണ്ട. റസൂൽ ഒരിക്കൽ പറഞ്ഞല്ലോ, യാ യുഹന്നാസ്, മനുഷ്യരെ, ഇന്നല്ലാഹ തയ്യിബുൻ, അള്ളാഹ് വളരെ വളരെ നല്ലതാണ്, തയ്യിബാണ് അള്ളാഹ്. വലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ, അതുകൊണ്ട് അള്ളാഹ് തയ്യിബല്ലാത്തതൊന്നും അള്ളാഹ് സ്വീകരിക്കൂല, നല്ലതല്ലാത്തതൊന്നും അള്ളാഹ് സ്വീകരിക്കൂല. മാത്രമല്ല റസൂൽ അതുകൂടി പറഞ്ഞു, ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, അള്ളാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചതൊക്കെ ആരോട് കൽപ്പിച്ചിട്ടുണ്ട്? മുർസലുകളോടും കൽപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തയ്യിബായിരിക്കണം. ഹറാമായ പൈസ സമ്പാദിച്ച് ആൾക്കാരെ കണ്ണു പൊടിയിടാൻ വേണ്ടി ഇതിൽ ഷെയർ കൂടി നമ്മൾ ആൾക്കാരുടെ കീർത്തി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരുപാട് ഹറാമായി സമ്പാദിച്ച് എന്നിട്ട് ആ പൈസ കൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ചീത്തപ്പേര് ഒഴിവാകും? അതില്ലല്ലോ. ഹറാമായ സമ്പാദ്യം ഉണ്ടാകാൻ തന്നെ പാടില്ല. ഹറാമായ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ തന്നെ പാടില്ല. ആളുകൾ ധാരാളമായി സമ്പാദിക്കും, എന്നിട്ട് ഒരുപാട് അതുകൊണ്ട് ഒരു തിന്മ ചെയ്ത സാധനം കൊണ്ട് ഒരുപാട് ഹലാലായ കാര്യങ്ങൾ ചെയ്യും, പുണ്യമുള്ള കാര്യം ചെയ്യും. ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അള്ളാഹ് സ്വീകരിക്കൂല. അതാണ് പറയില്ല, ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ, അള്ളാഹ് നല്ലതല്ലാതെ സ്വീകരിക്കൂല. അതുകൊണ്ട് ഇതിലേക്ക് പണം കൊടുക്കുന്ന ആളുകൾ നല്ല പണം മാറ്റി വെക്കുക എന്നുള്ളതാണ്. മൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ നല്ല മൃഗത്തെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. കാഴ്ച വൈകല്യങ്ങളോ രോഗമോ പ്രായം കൊണ്ട് അവശത അനുഭവിക്കുന്നതോ പല്ലും കൊമ്പും ഒക്കെ നാശമായതോ ഇങ്ങനെയുള്ള പരിക്കുകൾ പറ്റിയ ഉരുവിനെ തിരഞ്ഞെടുക്കാൻ പാടില്ല. പരമാവധി ന്യൂനതയില്ലാത്ത ഉരുവിനെ നമ്മൾ എന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ വാങ്ങി കൊണ്ടുവന്നാൽ എന്താ ചെയ്യേണ്ടത്? അതിനെ നന്നായി പരിചരിക്കണം, അതിനെ പരിപാലിക്കണം. അത് അള്ളാഹുവിന്റെ ഷിആറായി മാറി. ബലിക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു മൃഗം, ഒരു പോത്ത് വെറും പോത്തല്ല, ശരിക്ക് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതായി, അള്ളാഹിന്റെ ഷിആറിൽപ്പെട്ടതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം?
അതിനെ നന്നായി പരിചരിക്കണം. അതിന് പ്രത്യേക പുണ്യമുണ്ട്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക, അതിന് ശ്രേഷ്ഠത കൽപ്പിക്കുക, അതിനുവേണ്ടി മെനക്കെടുക, അതിനോടൊരു ബഹുമാന ആദരവൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൂലിയുണ്ട്. അതൊരു വെറുമ്പണിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വൽബുദ്ന ജഅൽനാഹാ ലക്കും ശആയിറല്ലാഹ്. ഖുർആൻ പറഞ്ഞു, ഈ ഒട്ടകങ്ങളെ, മാടുകളാവട്ടെ, ഇതൊക്കെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. മറ്റൊരു പറഞ്ഞല്ലോ, വമൻ യുഅദ്ദിം ശആയിറല്ലാഹ്. ആരാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തുന്നത്? ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അവരുടെ മനസ്സിൽ എന്തുണ്ട്? തഖ്വയുണ്ട്. ഈമാനുള്ളവർക്ക് ആ പണിയിൽ ഏർപ്പെടാൻ പറ്റും എന്നതാണ്. അവര് ഒരു പൊതു നോക്കുന്ന ആളല്ല ശരിക്കും. തഖ്വയുള്ള മനുഷ്യന് അത് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ മേഖലയിൽ പുറകോട്ട് പോവാണ് പലപ്പോഴും. അതൊക്കെ ഒരു പണിയായി തോന്നുന്നതുകൊണ്ടാണ്. തഖ്വയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറുമ്പണിയല്ല എന്ന് മനസ്സിലാക്കുക. ഈമാന്റെ ഭാഗമാണ്. അത് അള്ളാഹിന്റെ ചിഹ്നങ്ങളാണ് യഥാർത്ഥത്തിൽ. അതിന് പ്രത്യേകമായ അള്ളാഹുവിന്റെ ആയത്തുകൾ നമുക്ക് പിൻബലുണ്ട്. അതൊരു നല്ല അമലാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ വാങ്ങും, നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് പല കമ്മിറ്റിക്കാരും ഏറ്റെടുക്കാൻ മടിക്കാണ്. ഇത് കൊണ്ടെടുക്കാൻ ആളില്ല. കൊണ്ടെടുക്കാൻ ആളുണ്ടാവണ്ടേ? അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായി മാറിയ കാര്യങ്ങളെ അതിന്റെ പവിത്രതയോടുകൂടി പരിപാലിക്കുക, അതൊരു വലിയ നീയത്തുള്ളവർക്ക് കഴിയുള്ളൂ. ഇപ്പൊ പ്രയാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിലൊക്കെ പങ്കാളികളാവുക എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ബലി അറുക്കുന്നവർ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ വഅറാദ അഹദുകും അൻ യുദ്ഹിയ ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ബലി അറുക്കേണ്ടത്. ബലികർമ്മത്തിൽ പങ്കാളികളായ ആളുകൾ ദുൽഹിജ്ജ മാസം കണ്ടാൽ, ദുൽഹിജ്ജ 1 പറഞ്ഞാൽ പിന്നെ അവരുടെ നഖമോ മുടിയോ ഒന്നും വെട്ടാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബലിയെറുക്കുന്നവർ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ്. ഉദ്ഹിയത്തിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല വകുപ്പും പറഞ്ഞ് പലതിനും നമുക്ക് പണം ഉണ്ടാവും. വീട് കൂടാൻ പണം ഉണ്ടാവും, കല്യാണത്തിന് പണം ഉണ്ടാവും, വിരുന്ന് പോകാൻ പണം ഉണ്ടാവും, വലിയ വലിയ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ പണം ഉണ്ടാവും, ദുനിയാവിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പണം ഉണ്ടാവും, വലിയ വലിയ ഡൊണേഷൻ കൊടുക്കാൻ പണം ഉണ്ടാവും, വലിയ ആൾക്കാരുടെ ഇടയിൽ പേര് കിട്ടാൻ വേണ്ടി സംഭാവന കൊടുക്കാനൊക്കെ പണം ഉണ്ടാവും. പക്ഷെ ഉദയത്തിനാവുമ്പോ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹ് നിഅമത്ത് തന്നിട്ട് അതിനൊക്കെയുള്ള പണം നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുമെങ്കിൽ അത് ചെയ്യാത്തവര് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ കാന ലഹു സഅ. അതിനൊക്കെയുള്ള അള്ളാഹ് അത്യാവശ്യം ഒരു സഅത്ത്, വിശാലത ജീവിതത്തിൽ കൊടുത്തിന്. ഇത് വിശാലത തരുന്നതും ഇത് ഇടങ്ങേറാകണോ എന്നൊക്കെ തീരുമാനിക്കുന്ന റബ്ബാണല്ലോ. അള്ളാഹ്ക്ക് ഇതിനൊന്നൊരു പണിയില്ല. അള്ളാഹിനെ പറ്റിക്കാൻ പറ്റൂലല്ലോ. എന്തായാലും അള്ളാഹ് അതൊക്കെ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ നിഅമത്ത് കിട്ടിയവർ വലം യുളഹി, അയാൾ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടില്ലെങ്കിൽ, അതിൽ പങ്കാളിയായിട്ടില്ലെങ്കിൽ റസൂൽ പറഞ്ഞു ഫലാ യഖറബന്ന മുസല്ലാന. ഓനാ പള്ളിക്ക് വന്നു വരുന്നു, മുസല്ലേക്ക് വന്നു പോകരുത്, മുസല്ലയോട് അടുത്തു പോകരുത് എന്ന് റസൂലുള്ള താക്കീത് കൊടുക്കുകയാണ്. ഇപ്പൊ ചെറിയ സംഗതിയല്ല, വളരെ ഗൗരവത്തിലാണ് അത് ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ തഖ്വയുള്ള മനുഷ്യരിൽ നിന്നാണ് ഇത് അള്ളാഹ് സ്വീകരിക്കുക. വെറുതെ അള്ളാഹ് സ്വീകരിക്കൂല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് അള്ളാഹു ഇബാദത്തുകൾ സ്വീകരിക്കുക എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു ആരാധനാ കർമ്മം എന്ന നിലക്ക്, നമ്മളുടെ ബാധ്യത എന്ന നിലക്ക്, അള്ളാഹുവിന്റെ അടുക്കൽ വമ്പിച്ച പുണ്യം ലഭിക്കുന്ന ഒരു കാര്യം എന്ന നിലക്ക് നമ്മൾ ഇതിലൊക്കെ പരമാവധി സാധ്യമാകുന്നവരൊക്കെ അതിൽ പങ്കാളികളാകണം. അതിനുള്ള സംവിധാനത്തിലൊക്കെ പങ്കാളികളാകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.